പിയേഴ്സൺ സാറേ, നമ്മുടെ സിറിയയിലെ കാര്യങ്ങളാണല്ലോ ഇപ്പോൾ കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത്. അപ്പോൾ ട്രംപിന് ആസാദ് അവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് ഒരു സന്ദേശം കൊടുത്തിരുന്നു. അപ്പോൾ ആ സന്ദേശവുമായിട്ട് ബന്ധപ്പെട്ട് അല്പം ചർച്ച നമുക്ക് നടത്താമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അദ്ദേഹം അത് ട്രംപുമായിട്ട് നടത്തിയ ആ ആശയ കൈമാറ്റം ശ്രദ്ധിച്ചായിരുന്നോ? അതിനെപ്പറ്റി എന്തെങ്കിലും? അല്ല, ഇവിടെ ഇങ്ങനെ സംഭവങ്ങൾ നടക്കുമ്പോൾ ഈ അധികാരത്തിൽ നിന്ന് പുറത്താക്കപ്പെടാൻ പോകുന്ന ഭരണാധികാരി എവിടെ നിന്നാണ് സഹായം കിട്ടുക? അതിന് പ്രത്യേകിച്ച് അവർക്ക് പരിഗണനകളൊന്നുമില്ല. ഒരു പരിഗണനയുള്ളൂ, അവരുടെ അധികാരം നിലനിർത്താൻ. അത് ട്രംപായാലും പുടിനായാലും അവർക്കൊരു പ്രശ്നമില്ല എന്നുള്ളതാണ്. സ്വേച്ഛാധിപത്യത്തിൽ കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്ന ഒരു ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം അവർ തുടർന്ന് പോരുന്നതായിട്ടുള്ള പ്രവർത്തനങ്ങളും പ്രക്രിയകളും സമ്പൂർണ്ണമായി ജനവിരുദ്ധമായിരിക്കും. പക്ഷേ അതിനെതിരെ ഒരു രാഷ്ട്രീയ ആശയ രൂപീകരണം നടക്കുകയും സംഘടിത സ്വഭാവത്തിലേക്ക് അത് വളർന്നു വരികയും ചെയ്താൽ മാത്രമാണ് അതൊരു കലാപം എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഇവിടെ സിറിയയിലും അതുപോലെ ലിബിയയിലുമൊക്കെ സാധാരണ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച എന്താണെന്ന് വെച്ചാൽ, കുറേ ആളുകൾ അതിനെതിരെ ആയുധമെടുത്ത് തന്നെ കലാപം നടത്തുന്ന ഒരു രീതിയാണ്. അതിന് പ്രത്യേക രാഷ്ട്രീയ ആശയമൊന്നുമില്ല. ഇയാളെ പുറത്താക്കുക എന്നുള്ളതായിരിക്കും പ്രധാനപ്പെട്ട അവരുടെ ലക്ഷ്യം. അതിനുവേണ്ടി അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അങ്ങനെ പ്രവർത്തിക്കുന്ന സമയത്തൊക്കെ ഇവരെന്താ ചെയ്യുന്നത്? ഈ ഭരണകൂടം അവരുകൊണ്ട് ഈ ആളുകളുടെ ബോംബിടുക, അല്ലെങ്കിൽ ഏതെങ്കിലും കെമിക്കൽ വെപ്പൺ ഉപയോഗിക്കുക. അത്ര രൂക്ഷമായിട്ടുള്ള രീതിയിൽ ഇവരെ ഭീഷണിപ്പെടുത്തി ഭയപ്പെടുത്തിയാണ് ഇവരെന്ത് ചെയ്യുന്നത്? ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിനെതിരെ ഒരു എപ്പോഴെങ്കിലും ഒരു സാധ്യത ഉണ്ടാകുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ ട്രംപിന് അദ്ദേഹം അയച്ച സന്ദേശം എന്ന് പറയുന്നത്, സന്ദേശത്തെ പറ്റി പറഞ്ഞു കഴിയുമ്പോഴേ, ആദ്യം UAE വഴി ആയിട്ട് ഒന്ന് കോണ്ടാക്ട് ചെയ്യാനായിട്ടാണ് ശ്രമിച്ചത്. അപ്പോൾ അതിന് അവർ ഒരു മെസ്സേജ് കൊടുത്തു ട്രംപിന്. ഇപ്പോൾ ബൈഡനെ ഇനിയിപ്പോൾ നോക്കിയിട്ട് കാര്യമില്ല, അധികം നാളില്ലല്ലോ എന്നാണ് വിചാരിച്ചത്. അപ്പോൾ ട്രംപിനെ വിളിച്ചു, ട്രംപിനെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചു. അപ്പോൾ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ ഇറാനെ കൈവിട്ടോളാം. ഇറാനായിട്ടായിരുന്നല്ലോ ഇവരുടെ വലിയ കോണ്ടാക്ട്. അത് മാത്രമല്ല, ഇറാന് താല്പര്യമുള്ള ചില പ്രോക്സി സംഘടനകളുണ്ട്, ഹിസ്ബുള്ള പോലെയുള്ള. വി വിൽ ഹാവ് നത്തിങ് ടു ഡു വിത്ത് ദം. ഇത് അവസാനിപ്പിക്കുകയാണ്, പക്ഷേ ഞങ്ങളെ ഈ ഫൈറ്റിൽ സഹായിക്കണം എന്നായിരുന്നു അത് ഒരു രീതി മാർഗം അദ്ദേഹം അവലംബിച്ചത്. അത് UAE വഴി. പിന്നെ അത് ഫലിക്കുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹം വേറൊരാളെ സമീപിച്ചു. അതായത് സിറിയൻ ഓർത്തഡോക്സ് സഭയുടെ പാട്രിയാർക്ക് ഉണ്ട്, ഇഗ്നേഷ്യസ് അപ്രൈം എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തെ ഹംഗറിയിലെ പ്രൈം മിനിസ്റ്ററിൻ്റെ അടുത്തേക്ക് വിട്ടു. ഹംഗറിയിലെ പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത് വിക്ടർ ഓർബൻ എന്ന് പറയുന്ന ആൾ ട്രംപിൻ്റെ വലിയ ഭക്തനും ട്രംപ് ഫാനുമാണ്. അപ്പോൾ അതുകൊണ്ട് വിക്ടർ ഓർബൻ വഴി ഈ ട്രംപിനെ സ്വാധീനിക്കാനായിട്ട് ശ്രമിച്ചു. അപ്പോൾ വിക്ടർ ഓർബൻ കൊടുത്തിരുന്ന സന്ദേശം ഇതാണ്. അതായത് ക്രിസ്ത്യൻസ്, അതേപോലെ അലവൈറ്റ്സ് അല്ലെങ്കിൽ ഷിയ മുസ്ലിംസ്, അവരുടെ കാര്യം കഷ്ടമാകും. ഞാൻ പോയി കഴിയുമ്പോൾ ഇവിടെ വരാൻ പോകുന്നവർ ഈ പറയുന്ന അൽ ഖൈദയുടെയൊക്കെ ഫോളോവേഴ്സാണ്. അതുകൊണ്ട് വളരെ അപകടമാണ്. അതായത് നേരത്തെ ഈ HTS എന്ന് പറയുന്ന സംഘടന അൽ ഖൈദയുടെ കൂടെയായിരുന്നു. അൽ ഖൈദയുടെ സിറിയൻ ബ്രാഞ്ചായിട്ടാണ് തുടങ്ങിയത്. അത് കഴിഞ്ഞപ്പോൾ അൽ ബാഗ്ദാദിയായിട്ട് ബന്ധപ്പെട്ടു. അൽ ബാഗ്ദാദിയുടെ കൂടെയായിരുന്നു. പിന്നെ അൽ ബാഗ്ദാദി പറഞ്ഞു, നിങ്ങളെന്തിനാ ഈ അൽ ഖൈദ എന്നൊക്കെ പറഞ്ഞ് നടക്കണേ, അല്ലെങ്കിൽ അൽ നുസ്ര എന്നൊരു പേരുണ്ടായിരുന്നു. അൽ ഖൈദയും അൽ നുസ്രയൊക്കെ വിട്ടിട്ട് ഞങ്ങളുടെ കൂടെ ചേരുക, IS-ൻ്റെ ഭാഗമായി ചേരുക എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പറയുന്ന അവിടുത്തെ ആൾക്കാർക്ക് അതിൽ താല്പര്യമില്ല. അവർ അൽ ഖൈദയുടെ ഭാഗമായിട്ട് തന്നെ തുടരാൻ ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഈ സവാഹിരിയുടെ കൂടെ കൂടിയിട്ട് അങ്ങനെ നടക്കാനായിട്ടാണ് അവർ താല്പര്യപ്പെട്ടത്. അപ്പോൾ ഇതൊക്കെയാണ് അവരുടെ ബാക്ക്ഗ്രൗണ്ട്. ഇവർ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ക്രിസ്ത്യൻസിൻ്റെയും ഷിയാകളുടെയും കാര്യം വളരെ കഷ്ടമാകും. അതുകൊണ്ട് എങ്ങനെയെങ്കിലും കഴിയുമെങ്കിൽ ഞങ്ങളെ സഹായിക്കുക എന്നും പറഞ്ഞിട്ട് ഒരു മെസ്സേജ് ട്രംപിന് കൈമാറി. അതുകൂടാതെ അദ്ദേഹം വേറൊരു താല്പര്യവും കൂടി പറഞ്ഞു. കഴിയുകയാണെങ്കിൽ എനിക്ക് അവിടെ അമേരിക്കയിൽ താമസിക്കാൻ താല്പര്യമുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് അമേരിക്കയിൽ പോയി കഴിഞ്ഞാൽ കാര്യങ്ങൾ എളുപ്പമാണ്. കാരണം ഈസ് ആൻ ഒഫ്താൽമോളജിസ്റ്റ്, ഒരു ഐ സ്പെഷ്യലിസ്റ്റാണ്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഭാര്യയാണെങ്കിലും ഇംഗ്ലണ്ടിൽ ജനിച്ച് വളർന്ന ഒരു സ്ത്രീയാണ്. സിറിയൻ പേരൻസിൻ്റെ മകളാണ്, പക്ഷേ ഷീ ഹാസ് ബ്രിട്ടീഷ് ബാക്ക്ഗ്രൗണ്ട്. പിന്നെ ഈ പറയുന്ന ആസാദിനാണെങ്കിൽ ഹീസ് ലൈക്ക് ആൻ ഇംഗ്ലീഷ് ജെൻറ്റിൽമാൻ, എല്ലാ കാര്യത്തിലും കെട്ടിലും മട്ടിലും ഭാവത്തിലും ഒക്കെ. അപ്പോൾ അമേരിക്കയിൽ പോയി ജീവിക്കാൻ അദ്ദേഹത്തിനൊരു പ്രശ്നമില്ല.
പിന്നെ സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിനും ഈ കഴിഞ്ഞ 1970 തൊട്ട് ഇപ്പോൾ ഈ 2024 വരെ ഇവർ നിലനിന്നിരുന്നത് മുഴുവൻ അമേരിക്കയെ ചീത്ത പറഞ്ഞിട്ടാണ്, അമേരിക്കയെ കുറ്റം പറഞ്ഞിട്ടാണ്. പക്ഷേ ഈ സാഹചര്യം വന്നപ്പോൾ പറഞ്ഞ് എനിക്ക് അമേരിക്കയിൽ ഒന്ന് താമസിക്കാൻ താല്പര്യമുണ്ടെന്നൊരു മെസ്സേജ് കൊടുത്തു. അപ്പോൾ ട്രംപിൻ്റെ അടുത്തേക്കാണ് ഇത് കൊടുത്തിരുന്നത്. പക്ഷേ ട്രംപിനറിയാം ആസാദിൻ്റെ രീതികൾ. ആസാദ് പണ്ടേ ത്രോൺ ഔട്ടായി പോകേണ്ടതായിരുന്നു. ഹി ഹാസ് നോ സപ്പോർട്ട് ഇൻ സിറിയ. കാരണം 75% സുന്നി മുസ്ലിംസാണ്. നിയർലി 15% മാത്രമേ ഇദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിറ്റി ഉള്ളൂ, ഷിയ അല്ലെങ്കിൽ അലവൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ 10% ക്രിസ്ത്യൻസാണ്. അപ്പോൾ പ്രത്യേകിച്ച് അവിടെ ഒരു സപ്പോർട്ട് ഇല്ലാതെ തന്നെ അദ്ദേഹം പിടിച്ചു നിന്നത് അതിക്രൂരമായ ആക്രമണങ്ങളിലൂടെയാണ്. അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഈ പറയുന്ന ഇറാനിലെ റവല്യൂഷണറി ഗാർഡ്സ് ഉണ്ടായിരുന്നു, ഹിസ്ബുള്ള ഉണ്ടായിരുന്നു. അവരൊക്കെ കൂടി ഗ്രൗണ്ട് പിടിച്ചെടുത്തു. പിന്നെ എയറിൽ ഇവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് റഷ്യ ഉണ്ടായിരുന്നു. റഷ്യ വന്ന് ഇടയ്ക്ക് അവരുടെ എയർഫോഴ്സ് ജെറ്റ്സ് വന്നിട്ട് തീമഴ പെയ്യും. അപ്പോൾ അവിടുത്തെ ജനങ്ങൾ പിന്നെ ഇത് ഈ റഷ്യയും ഹിസ്ബുള്ളയും ഇറാനും ഒക്കെ കൂടാതെ ഇവരൊക്കെ ഇല്ലാത്ത സമയത്ത് ഇദ്ദേഹത്തിന് വേറൊരു മാർഗ്ഗം ഉണ്ടായിരുന്നു. അദ്ദേഹം എന്താ ചെയ്തിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഏതെങ്കിലും നാട്ടിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹം ചെയ്തിരുന്നത് അവിടെയുള്ള സ്കൂളുകൾ, അവിടെയുള്ള ഹോസ്പിറ്റൽസ്, അവിടെ പോയി നേരെ അങ്ങ് ബോംബിടാണ്. ഈ ബോംബിടുന്ന പ്ലെയിൻസ് അരമണിക്കൂർ കഴിയുമ്പോൾ വീണ്ടും വരും, ഒന്നുകൂടി ബോംബിടും. അപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രക്ഷാപ്രവർത്തനത്തിന് വന്നിരിക്കുന്ന ആൾക്കാരൊക്കെ മരിക്കും. അപ്പോൾ എവിടെയെങ്കിലും എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഈ 2 ആക്രമണങ്ങളോടുകൂടി ഏബിൾ ബോഡിയുടെ ആൾക്കാരെല്ലാം തീരും ആ ഗ്രാമത്തിൽ അല്ലെങ്കിൽ ആ സിറ്റിയിൽ എവിടെയായാലും. അതായിരുന്നു അദ്ദേഹം ഫോളോ ചെയ്തിരുന്ന മെത്തേഡ്. അതുകൊണ്ടാണ് അദ്ദേഹം പിടിച്ചു നിന്നത്. കാരണം മുല്ലപ്പൂ വിപ്ലവത്തിൻ്റെ വിക്ടിംസ് ആയവരൊക്കെ ഡിസപ്പിയർ ചെയ്തു. ഹോസ്നി മുബാരക്ക് പോയി, 30 വർഷം ഭരിച്ച ആളാണ്. 42 വർഷം ഭരിച്ച ഗദ്ദാഫി പോയി. 30 വർഷം ഭരിച്ച അലി അബ്ദുള്ള സാലെ യമനിലെ പോയി. പിന്നെ ഈ മുല്ലപ്പൂ വിപ്ലവത്തിൽ ഇപ്പോൾ ജീവനോടെ ഉള്ള ഒരാൾ മാത്രമേ ഉള്ളൂ. അത് ടുണീഷ്യ ഭരിച്ചിരുന്ന ബെനലി എന്ന് പറയുന്ന ആളുണ്ടായിരുന്നു. അവിടെയാണ് മുല്ലപ്പൂ വിപ്ലവത്തിൻ്റെ വിത്ത് പാകിയത്. അവിടെ ഈ ബെനലി ചെയ്ത പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വലിയ രൂക്ഷമായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം എയർഫോഴ്സിനെയും ആർമിയെ അറിയിച്ചു. ആർമിയെ അറിയിച്ചത് റവല്യൂഷൻ അടിച്ച് തീർക്കാനല്ല, എയർഫോഴ്സിനോട് പറഞ്ഞു ഒരു നല്ല ഫ്ലൈറ്റ് നിങ്ങൾ റെഡിയാക്കി വെച്ചേക്കുന്നു. പിന്നെ ആർമിക്കാരോട് പറഞ്ഞു നമ്മുടെ ഇവിടെ സെൻട്രൽ ബാങ്ക് ഉണ്ട്. സെൻട്രൽ ബാങ്ക് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ റിസർവ് ബാങ്ക് എന്ന് പറയുന്ന പോലെ ആ ഏരിയയിൽ സെൻട്രൽ ബാങ്ക് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഏതായാലും 2 പേരാണ് ഒരു വിമാനത്തിൽ, ഇഷ്ടംപോലെ സ്ഥലമുണ്ടല്ലോ, അവിടെ ഇരിക്കുന്ന ഗോൾഡ് എടുത്തുകൊണ്ടൊന്ന് ഇതിൽ വെച്ചേക്കാൻ പറഞ്ഞു. ഗോൾഡ് കൊണ്ടുവരാവുന്ന അത്രയും ഈ ഫ്ലൈറ്റിൽ നിറച്ചിട്ട് ഇദ്ദേഹവും ഫാമിലിയും സൗദി അറേബ്യയിലേക്ക് പോയി. അദ്ദേഹം അവിടെ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ലാതെ കഴിഞ്ഞു കൂടുന്നു. ബാക്കിയുള്ള എല്ലാവരും പോയി. ആസാദ് മാത്രമാണ് പിടിച്ചു നിന്നിരുന്നത്. ആസാദിനെ പിടിച്ചു നിൽക്കാൻ ഉപയോഗിച്ചിരുന്ന മാർഗ്ഗങ്ങൾ ഇതൊക്കെയാണ്. അങ്ങനെ ഇപ്പോൾ റഷ്യയിൽ ചെന്നുപെട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. അതാണ് ഇപ്പോഴത്തെ സാഹചര്യം. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ കുറേ മെസ്സേജസൊക്കെ അയച്ചു ട്രംപിന്. പക്ഷേ അവസാനം വന്നു കഴിഞ്ഞപ്പോൾ രക്ഷയില്ലാതെ ഇപ്പോൾ റഷ്യയിലാണ് അഭയം പ്രാപിച്ചത്. ഈ ലോകരാഷ്ട്രങ്ങളുടെ സമീപനങ്ങൾ നമ്മൾ ഈ അടുത്ത കാലത്ത് പരിശോധിച്ചാൽ ആ രാഷ്ട്രത്തിന് എന്ത് ഗുണം ഒരു കാര്യത്തിൽ ഇടപെട്ടാൽ കിട്ടും എന്ന് നോക്കി ഇടപെടുന്ന രീതിയായി മാറി. നേരത്തെ അങ്ങനെ ആയിരുന്നില്ല. ലോകരാഷ്ട്രങ്ങൾ ഈ ആഗോള പ്രക്രിയകളിൽ ഇടപെട്ടിരുന്നു. അതിന് കുറച്ച് പോളിസികളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ പോളിസിയൊന്നുമില്ല. ഇപ്പോൾ ഇസ്രായേലിൻ്റെ വിഷയത്തിൽ പോളിസികളില്ല. സിറിയയുടെ വിഷയത്തിലും പ്രത്യേകിച്ച് പോളിസിയില്ല. അവർക്കെന്ത് മെച്ചമാണ് അതിൽ നിന്ന് കിട്ടാൻ സാധ്യതയുള്ളത് എന്ന രീതിയിലേക്ക് മാറിയത് ലോകത്തിൻ്റെ ഒരു ട്രെൻഡാണ് ശരിക്കും പറഞ്ഞത്. പക്ഷേ നമുക്കറിയാം സിറിയ, ലിബിയ അതേപോലെയുള്ള പ്രദേശങ്ങളിലൊക്കെ സ്വാഭാവികമായിട്ട് നടക്കുന്ന ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് സ്വേച്ഛാധിപത്യത്തിൻ്റെ രീതി തന്നെയാണ്. ആയുധം കൊണ്ടാണ് അവരെ എല്ലാം നേടിയിരുന്നത്. അതിന് പ്രത്യേകിച്ച് രാഷ്ട്രീയമൊന്നുമില്ല. പിന്നെ അവിടെയൊക്കെ ഉള്ളൊരു മെച്ചം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലത്തെ ഡിക്റ്റേറ്റേഴ്സിനെ അവിടെ ഭരിക്കാൻ പറ്റുള്ളൂ. അതെ, കാരണം അവിടെ എല്ലാം ഒന്ന് സർവ്വവ്യാപിയായിട്ട് എല്ലാ ആളുകളുടെയും ആയുധമുണ്ട്. കാറിലൊക്കെ സഞ്ചരിക്കുന്ന സമയത്ത് അവിടെ എല്ലാ കാറുകളിലും തോക്കുമായിട്ടാണ് ഇയാൾ നടക്കുന്നത്. ഇപ്പോൾ പ്രൊഫസർ അവിടെ ജോലി ചെയ്തിരുന്ന സമയത്ത് ലിബിയയിൽ ലിബിയയിൽ ജോലി ചെയ്ത സമയത്ത് ഈ പല മാർക്കറ്റിലൊക്കെ പോകുന്ന സമയത്ത് അവർ അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ പുറത്തിറങ്ങിയെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ കാരണം പുറത്തിറങ്ങി കഴിഞ്ഞാൽ കാരണം ഡെഡ് ബോഡി ആവും. അതാണ് പ്രശ്നം. കാരണം ആരാണ് നമ്മളെ ഉപദ്രവിക്കുന്നത് നമുക്കറിയില്ല. എല്ലാവരുടെയും ആയുധമുണ്ട്. അവർ പറയുന്നത് കേൾക്കുകയും അവർക്ക് കീഴടങ്ങുകയും ചെയ്താൽ പോലും നമ്മളുടെ ജീവൻ നിലനിൽക്കുന്ന യാതൊരുതായിട്ടുള്ള ഉറപ്പില്ല. പ്രത്യേകിച്ച് നമ്മൾ മറ്റു രാജ്യത്ത് അവിടെ തന്നെ ഇങ്ങനെ ഡിക്റ്റേറ്റേഴ്സ് ഉള്ളപ്പോൾ ഇപ്പോൾ ഗദ്ദാഫി ഉണ്ടായിരുന്ന കാലം ഉണ്ടല്ലോ. ഗദ്ദാഫി ഉണ്ടായിരുന്ന കാലം എന്ന് പറഞ്ഞാൽ രാത്രി
ഒരു തല നിറച്ച് ഒരു കൊട്ട നിറച്ച് സ്വർണം വെച്ച് പോയാലും ആരും അറ്റാക്ക് ചെയ്യില്ലായിരുന്നു. അത്രയും ലോ ആൻഡ് ഓർഡർ അത്രയ്ക്ക് ക്ലിയർ ആയിരുന്നു. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ ഡെമോക്രസി വന്നു, എലക്ഷൻ വന്ന് ഡെമോക്രാറ്റിക്കലി എലക്റ്റഡ് ഗവൺമെൻറ്റൊക്കെ ഉണ്ടായിരുന്നു. ആ ഗവൺമെൻറ്റിനെ ആരും മൈൻഡ് ചെയ്യില്ല. പിന്നെയാണ് അതിനുശേഷമാണ് ഈ തോക്കും കാര്യമൊക്കെ വന്നത്. അല്ല ശരിയാണ്. അതേപോലെ തന്നെ ഇപ്പോൾ ഈജിപ്തിലെയും എക്സാമ്പിൾ എടുത്താൽ മതി. ഈജിപ്തിൽ ഡെമോക്രാറ്റിക്കലി എലക്റ്റഡ് ഗവൺമെൻറ് വന്നു. നമ്മുടെ അതിനുശേഷം പട്ടാളം വീണ്ടും അധികാരം പിടിച്ചെടുത്തു. അന്ന് നമ്മുടെ കൃഷ്ണയ്യർ സാറൊക്കെ, ജസ്റ്റിസ് കൃഷ്ണയ്യറൊക്കെ അതിനെ എതിർത്തായിരുന്നു. പക്ഷേ ഈജിപ്തിലെ ജനങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും സന്തോഷമാണ്, കുഴപ്പമൊന്നുമില്ല, ഇപ്പോൾ സമാധാനമായിട്ട് ജീവിക്കുക. പക്ഷേ ആ ഏരിയയിലുള്ള ഒരു കൾച്ചർ അതാണ്. അല്ല അത് നമ്മളിപ്പോൾ ഈ ഡെമോക്രസി എന്ന് പറയുന്നത് ജനങ്ങൾക്ക് രാഷ്ട്രീയ ബോധം ഉണ്ടാവുകയും വളരെ കൃത്യമായിട്ടുള്ള രീതിയിൽ ആ രാഷ്ട്രീയത്തിനനുസരിച്ച് അവർ പ്രവർത്തിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നതിന് മാത്രമേ അതിന് പ്രസക്തിയുള്ളൂ. എവരി കൺട്രി ഗെറ്റ്സ് ദി ഗവൺമെന്റ് ഇറ്റ് ഡിസേർവ്സ്. അതെ, അത് സാധാരണ നമ്മൾ പറയാറുള്ളത്. ഓരോ ജനതയും അവരർഹിക്കുന്നത് എന്താണോ അതിനനുസരിച്ച് ഭരണകൂടമായിരിക്കും അവർക്ക് ലഭ്യമാകുക. അത് തന്നെയാണ് സിറിയയുടെയൊക്കെ പ്രശ്നം. അവർക്ക് ഈ പറഞ്ഞ സ്വേച്ഛാധിപത്യ ഭരണകൂടങ്ങൾ മാത്രമേ ഫലിക്കുള്ളൂ. കാരണം മറ്റൊരു രീതിയിൽ പ്രവർത്തിച്ച് ജീവിച്ച ഒരു ശൈലിയും അവരുടെ ഇടയ്ക്കില്ല. നമ്മളിവിടെ അവിടെ എന്തെങ്കിലും വാർത്തകൾ നടന്നു കഴിയുമ്പോൾ ഉടനെ തന്നെ ഇത് വിപ്ലവമാണെന്ന് പറഞ്ഞിവിടെ പത്രങ്ങളിൽ എഴുതും എന്നല്ലാണ്ട് വേറെ പ്രത്യേകിച്ചൊന്നും സംഭവിക്കുന്നില്ല എന്നുള്ളതാണ്. ഒരു സ്വേച്ഛാധിപതി മാറി മറ്റൊരു സ്വേച്ഛാധിപതി വരും. അതിൻ്റെ ഇടയ്ക്കുള്ളൊരു ചെറിയ കാലഘട്ടത്തിലാണ് ഈ ട്രാൻസിഷൻ പീരീഡ് എന്നൊക്കെ നമ്മൾ പറയില്ല, സംക്രമണ കാലം. ആ കാലമാണ് വല്ലാത്ത കലാപത്തിൻ്റെ കാലം. അവിടെയാണ് ഒരു ഇതുമില്ലല്ലോ, ഒരു തരത്തിലും നമുക്ക് സ്വസ്ഥമായിട്ട് പുറത്തിറങ്ങി നടക്കാനായിട്ട് പറ്റില്ല. നമ്മളെന്ന് പറയാം, നമ്മളിപ്പോൾ പുറത്തുനിന്ന് ചെല്ലുന്ന ആളുകൾക്ക് അതിൻ്റേതായ പ്രശ്നങ്ങൾ കൂടുതലായിരിക്കും. അവിടെയുള്ളവരുടെ സ്ഥിതി ഇതൊക്കെ തന്നെയായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ലോകം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഡോക്ടർ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തെ പോലെ ഭീകരനായിട്ടുള്ള ദുഷ്ടനായിട്ടുള്ള ഒരു മനുഷ്യനില്ല എന്നാണ് നമ്മൾ അദ്ദേഹത്തിൻ്റെ കഥകൾ പത്രങ്ങളിലൂടെ വായിക്കുന്ന സമയത്ത് മനസ്സിലാക്കുന്നത്. കാരണം എല്ലാത്തിനും ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ, ഹോസ്പിറ്റലിൽ ബോംബിട്ട് കഴിയുമ്പോൾ രക്ഷാപ്രവർത്തനത്തിന് ആളുകൾ വരും, അപ്പോൾ ഒരു പ്രാവശ്യം കൂടി ഇടുക. അങ്ങനെ ഈ നന്മയുടെ ഭാഗത്ത് നിൽക്കുന്ന എന്തെങ്കിലും മനുഷ്യരുണ്ടെങ്കിൽ അവരെ മുഴുവൻ ഉന്മൂലനം ചെയ്യുന്ന രീതിയാണ് തുടർന്ന്. മൈറ്റ് ഈസ് റൈറ്റ് എന്നുള്ള ഒരു തിയറിയാണ് ഇപ്പോൾ അവിടെ വർക്ക് ചെയ്യണത്. ഇപ്പം ഇദ്ദേഹം ഇങ്ങനെ ജനങ്ങളുടെ ഈ സമരമൊക്കെ കണ്ടും അനങ്ങാതിരുന്നു കഴിഞ്ഞാൽ ഇയാളെ തട്ടിക്കളയും. ഇയാൾ കൂടുതൽ ആൾക്കാരെ തട്ടി കഴിഞ്ഞാൽ ഇയാൾ വിജയിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പറയുന്നത് ശരിയായി. കൂടുതൽ കൊല്ലുന്നവൻ അതെ നല്ലത്. അങ്ങനത്തെ സ്ഥിതിയിലേക്ക് വരുന്ന ഒരു കാട്ടാള ഭരണകൂടത്തിൻ്റെ കാലഘട്ടം. ജനങ്ങളും അതിനനുസരിച്ച് പാവപ്പെട്ടിരിക്കുന്നു. ജനങ്ങളിപ്പോൾ പതുക്കെ ഈ സോഷ്യൽ മീഡിയയും ഇൻ്റർനെറ്റൊക്കെ വന്നു കഴിയുമ്പോൾ പുറം ലോകത്തെ പറ്റി മനസ്സിലായി കഴിയുമ്പോൾ പതുക്കെ ചേഞ്ച്. ഇപ്പോൾ സൗദി അറേബ്യയിൽ തന്നെ വളരെയധികം ചേഞ്ചസ് വരുന്നുണ്ടല്ലോ. ചേഞ്ചസ് വരണം, ചേഞ്ചസ് വരികയും അതേപോലെ തന്നെ മറ്റ് ലോകങ്ങളുടെ കാര്യങ്ങൾ പഠിക്കുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്യണം. എങ്കിൽ മാത്രമാണ് ഈ സ്വേച്ഛാധിപത്യ സംവിധാനത്തിന് ഒരു ചെറിയ പോറലേൽപ്പിക്കാനായിട്ട് കഴിയുള്ളൂ. അപ്പോൾ അത് ആ രീതിയിൽ കുറച്ച് മാറ്റത്തിലേക്ക് ഇത് മാറും എന്ന് പ്രതീക്ഷിക്കാം, കരുതാം. അതാണ് നമുക്ക് ചെയ്യാവുന്നൊരു കാര്യം. അത് മാത്രമേ ഉള്ളൂ. അത്തരത്തിലുള്ള പ്രതീക്ഷകൾ വെച്ചുള്ളത്. കാരണം ഓരോ മാറ്റങ്ങളും പഴയ അവസ്ഥയിൽ നിന്ന് പുതിയ ഒരു അവസ്ഥയിലേക്ക് ഓരോ സമൂഹത്തെയും ഓരോ രാജ്യത്തെയും മാറ്റി തീർക്കുന്നുണ്ട്. അത് കുറച്ചും കൂടി മെച്ചപ്പെട്ടതിലേക്ക് മാറിത്തീരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പക്ഷേ ഇതിനിടയ്ക്ക് ഈ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ അനുഭവിക്കുന്ന ദുരിതത്തിന് കയ്യും കണക്കുണ്ടാവില്ല, മരിച്ചു തീരുന്നതിനും കയ്യും കണക്കുണ്ടാവില്ല. ഇവിടെ മരണം കുറവായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പെട്ടെന്നായതുകൊണ്ട് വലിയ കുഴപ്പമുണ്ട്. കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ഇത് അവസാനിച്ചതിൻ്റെ പേരിൽ മരണസംഖ്യ വളരെ കുറവാണ് എന്ന് മാത്രമേ ഉള്ളൂ. അതത്രയും ആശ്വസിക്കാം. പഴയ പോലെ റഷ്യയും ഹിസ്ബുള്ളയും റവല്യൂഷണറി ഗാർഡ്സൊക്കെ പഴയ പോലെ ഉഷാറായിരുന്നെങ്കിൽ എല്ലാവരും താല്പര്യങ്ങൾക്ക് വ്യത്യാസം വരുന്നത് അവർ നിൽക്കുന്ന തറയിൽ അവർക്ക് നിലനിൽപ്പില്ലാത്ത സ്ഥിതിയുണ്ട്. റഷ്യക്കാണെന്ന് വെച്ചാൽ ഇപ്പോൾ പുറത്താക്കാൻ പറ്റുന്ന സ്ഥിതിയുണ്ട്. ഹിസ്ബുള്ള എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇസ്രായേലുമായിട്ട് അടിയുണ്ട് അവശതയായിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇറാൻ്റെ സ്ഥിതിയും അതൊക്കെ തന്നെയാണ്. ഇവർക്കാർക്കും മറ്റുള്ള ആളുകളുടെ കാര്യങ്ങളിൽ ഇടപെടാനായിട്ട് ഇപ്പോൾ സ്പേസ് ഇല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ആയിത്തീരുന്നു.